ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ഫെയറി ടെയിൽ പോലെ കളർഫുൾ ആയിട്ട് ഒരു മൂവി കണ്ടാലോ? 1995 വിക്കറ്റ് ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ദ വിക്കറ്റ് വിച്ച് ഓഫ് ദ വെസ്റ്റ് എന്നൊരു നോവൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു. ശേഷം 1939 ദ വിസാർഡ് ഓഫ് ഓസ് എന്നൊരു സിനിമയും ആ നോവലിനെ ബേസ് ചെയ്ത് പുറത്തിറങ്ങിയിരുന്നു. ഇപ്പോൾ ഇതാ 2024 അതിനെ ആസ്പദമാക്കി ഇറങ്ങിയ ഒരു അമേരിക്കൻ മ്യൂസിക്കൽ ഫാന്റസി ഫിലിമായ വിക്കറ്റ് ആണ് നമ്മൾ ഇന്ന് എക്സ്ട്രാ ടിക്കറ്റിലൂടെ കാണാൻ പോകുന്നത്. വളരെ മനോഹരവും വർണ്ണാഭവും കൗതുകം നിറഞ്ഞതുമായ ലോകത്ത് അതുപോലെ തന്നെ വിചിത്രമായ പച്ച നിറത്തിലുള്ള ഒരു കുഞ്ഞ് ജനിക്കുന്നു. അവളുടെ നിറവും പ്രത്യേക ശക്തികളും എല്ലാം മുന്നോട്ടുള്ള ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചതെന്നും ആ വിചിത്രമായ ലോകത്തെ അതിലും വിചിത്രമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ദൃശ്യഭംഗിയോടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കാണിച്ചു തന്ന സിനിമയാണ് വിക്കറ്റ്. സോ ആ കളർഫുൾ വേൾഡിലേക്ക്, ആ മായാലോക കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നശിച്ചു തരിപ്പണമായ ഒരു ബിൽഡിംഗ് ആണ്. അവിടെ എല്ലാം പൊട്ടിച്ചിതറി കിടപ്പുണ്ട്. കൂടെ ഒരു മന്ത്രവാദിയുടെ വാണ്ടഡ് പോസ്റ്ററും അവളുടെ ഹാറ്റും കാണാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്ലിൻഡ, ശരിക്കും അവൾ എങ്ങനെയാണ് മരിച്ചത് എന്നൊരു ആൺ ശബ്ദം ചോദിക്കുമ്പോൾ അതൊരു വലിയ കഥയാണ്, ഞാനത് നിനക്ക് പറഞ്ഞു തരാം. ഒടുവിൽ വിക്കറ്റ് വിച്ച് ഓഫ് ദ വെസ്റ്റ് മരണപ്പെട്ടു എന്ന് ഗ്ലിൻഡ സന്തോഷത്തോടെ പറയുമ്പോൾ അവിടുത്തെ ചില്ലുകളെല്ലാം തകർത്ത് ചിറകുകളുള്ള കുറെ മങ്കീസ് പറന്നകലുകയാണ്. അങ്ങനെ ആ വിവരം നാടെല്ലാം പരന്നു. അവിടുത്തെ കിങ്ഡത്തിന്റെ പ്രധാന എതിരാളിയും വെല്ലുവിളിയുമായിരുന്ന ദുഷ്ടയായ മന്ത്രവാദിനി മരിച്ചിരിക്കുന്നു. ആ ഒരു വാർത്ത കേട്ട് നാടെല്ലാം ആനന്ദത്തിൽ മതിമറന്ന് നൃത്തം ചെയ്യുകയാണ്. മന്ത്രവാദിനിയുടെ വാണ്ടഡ് പോസ്റ്റർ എല്ലാം വലിച്ചുകീറി ജനങ്ങളെല്ലാം ആഘോഷിക്കുമ്പോൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഗ്ലിൻഡ എന്ന അതിസുന്ദരിയായ പെൺകുട്ടി ഒരു മായിക ബബിളിനകത്ത് വന്നിറങ്ങുന്നുണ്ട്. അവൾ ഈ ഓസ് എന്ന രാജ്യത്തെ നല്ല മന്ത്രവാദിനിയാണ്. അവളുടെ കയ്യിൽ ആ മാന്ത്രിക സ്റ്റിക്ക് വെച്ച് ബബിൾ പൊട്ടിച്ച ശേഷം തന്നെ കണ്ട് സന്തോഷിക്കുന്ന ജനങ്ങളോട് വിക്കറ്റ് വിച്ച് ഓഫ് ദ വെസ്റ്റ് മരണപ്പെട്ടു എന്ന വാർത്ത അവൾ പ്രഖ്യാപിക്കുകയാണ്. ഗ്ലിൻഡയുടെ വായിൽ നിന്നും ആ ഒരു കാര്യം കേൾക്കുന്ന ജനങ്ങൾ കൂടുതൽ ഹാപ്പിയാവുകയാണ്. അങ്ങനെ എല്ലാവരും പാട്ടുപാടി ആഘോഷിച്ച് തിമിർക്കുമ്പോൾ ഒരു രാജകുമാരിയെ പോലെ സുന്ദരിയായ ഗ്ലിൻഡയും അവരുടെ ഇടയിലേക്ക് വന്ന് സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അതിനിടയിൽ ഒരു കൊച്ചുകുട്ടി വന്ന് ഗ്ലിൻഡയോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ആ മന്ത്രവാദിനി എങ്ങനെയാണ് ദുഷ്ടയായത്? അതൊരു നല്ല ചോദ്യമാണ് എന്ന് പറഞ്ഞ് ഗ്ലിൻഡ ആ കഥ പറയുകയാണ്. ഇവിടത്തെ ദുഷ്ടയായ മന്ത്രവാദിനിക്കും ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു. മഞ്ചിക്കൻ ലാൻഡിലെ ഗവർണർ തന്റെ ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അയാളുടെ ഭാര്യ മറ്റൊരാളുമായിട്ട് രഹസ്യബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാകുന്നു. ഗവർണർ വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അത് തന്റെ കുഞ്ഞല്ല എന്ന കാര്യം പുള്ളിക്കറിയില്ലല്ലോ. ഈ നാട്ടിലാണെങ്കിൽ അക്കാലത്ത് മൃഗങ്ങളൊക്കെ മനുഷ്യരെ പോലെ തന്നെയായിരുന്നു. മൃഗങ്ങൾക്ക് സംസാരിക്കാനൊക്കെ കഴിയും. അന്ന് പ്രസവം എടുത്തത് പോലും മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ചാണ്. പക്ഷേ ജനിച്ച കുഞ്ഞിനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം വളരെ വിചിത്രമായിട്ട് പച്ച നിറത്തിലുള്ള കുഞ്ഞാണ് അവർക്ക് ജനിച്ചത്. ഗവർണറിന് ആ കുഞ്ഞിനെ തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അയാളെ കുഞ്ഞിനെ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം മുകളിലേക്ക് തെറിച്ചു പോകുന്നുണ്ട്. സോ ആ കുഞ്ഞിന് ജനിച്ചപ്പോഴേ എന്തൊക്കെയോ മാജിക്കൽ പവേഴ്സ് ഉണ്ടായിരുന്നു. കുഞ്ഞാണെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അവളുടെ നാനിയായ ഡുൽസിബർ കരടി വന്ന് അവളെ ഏറ്റെടുത്തു. കരടിയുടെ സ്നേഹം കാണുമ്പോൾ കുഞ്ഞും അതിമനോഹരമായിട്ട് ചിരിക്കുന്നുണ്ട്. പക്ഷേ വളരും തോറും അവളുടെ ജീവിതം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയായിരുന്നു. നമ്മുടെ പച്ച നിറത്തിലുള്ള നായികയുടെ പേരാണ് എൽഫബ. നമുക്ക് അവളെ എൽഫി എന്ന് വിളിക്കാം. എൽഫിക്ക് ശേഷം ഗവർണറിന് വീണ്ടും ഒരു മകൾ കൂടി ജനിച്ചു. അവളുടെ പേര് നെസ റോസ് എന്നാണ്. നമുക്ക് അവളെ നെസ എന്ന് വിളിക്കാം. നെസയാണെങ്കിൽ ജനിച്ചപ്പോഴേ വീൽ ചെയറിലാണ്. അവൾക്ക് നടക്കാൻ സാധിക്കില്ല. എൽഫി അവളുടെ കുഞ്ഞിനേത്തിക്ക് വിസാർഡ് ഓഫ് ഓസിന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓസിലെ ഏറ്റവും വലിയ മാന്ത്രിനെ കണ്ടാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കാൻ കഴിയുമെന്നാണ് കുട്ടി എൽഫി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സോ വിസാർഡിനെ കാണാനായിട്ട് അവൾ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല വിസാർഡ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന എമറാൾഡ് സിറ്റിയും പച്ച നിറത്തിലാണുള്ളത്. അവൾ ആ കഥയൊക്കെ നെസയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ കുറെ കുരുത്തം കെട്ട പിള്ളേര് വന്ന് എൽഫിയുടെ പച്ച നിറത്തെയും രൂപത്തെയും കളിയാക്കി ചിരിക്കുന്നുണ്ട്. അവരുടെ ഒച്ചയും ബഹളവും കേട്ട് കുഞ്ഞു നെസ കരയുമ്പോൾ അനിയത്തിയുടെ വിഷമം കണ്ട് ദേഷ്യം കയറുന്ന എൽഫി പിള്ളേര് ഒന്ന് തറപ്പിച്ചു നോക്കുന്നു. അപ്പോൾ തന്നെ മിന്നൽ മുരളിലെ പോലെ താഴെ കിടന്നിരുന്ന ആ കല്ലുകളൊക്കെ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. ശേഷം ദേഷ്യത്തോടെ എൽഫി സ്റ്റോപ്പ് എന്ന് പറഞ്ഞതും ആ കല്ലെല്ലാം നേരെ ചെന്ന് ആ വെടക്ക് പിള്ളേരുടെ ദേഹത്തടിക്കുകയാണ്. അവരെല്ലാം അപ്പോൾ തന്നെ പേടിച്ചോടുന്നുണ്ടെങ്കിലും ഗവർണർ വന്ന് എൽഫിയാണ് വഴക്ക് പറയുന്നത്. നെസയെ കരയിപ്പിച്ചത് എൽഫിയാണെന്നാണ് സ്വന്തം അച്ഛൻ വരെ വിചാരിക്കുന്നത്. പക്ഷേ എൽഫിയെ മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനും അവിടെ ആകെ ഉണ്ടായിരുന്നത് ഡുൽസിബർ കരടിയാണ്. പിന്നെ അവൾക്ക് ഏറ്റവും പ്രതീക്ഷ കൊടുത്തിരുന്നത് ഓസിലെ പച്ച നിറത്തിലുള്ള എമറാൾഡ് സിറ്റിയും പിന്നെ വിസാർഡുമായിരുന്നു. അങ്ങനെ വളരെ പ്രയാസം നിറഞ്ഞ എൽഫിയുടെ ബാല്യത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ഗ്ലിൻഡ തന്നെ അവിടെയുള്ള എൽഫിയുടെ കോലം കത്തിക്കുകയാണ്. ഒപ്പം അതിനു ചുറ്റും അവരെല്ലാം ചേർന്ന് നൃത്തം ചെയ്യുന്നു. അവസാനം അവരോടെല്ലാം യാത്ര പറഞ്ഞ് ഗ്ലിൻഡ ഒരു ബബിൾ ഉണ്ടാക്കി പുറപ്പെടാൻ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്. ഗ്ലിൻഡ, നീ ശരിക്കും അവളുടെ സുഹൃത്തായിരുന്നു എന്നായിരുന്നു ആ ഒരു ചോദ്യം. പക്ഷെ ആ ഒരു ചോദ്യം കേൾക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഗ്ലിൻഡ ആ ബബിൾ വീണ്ടും പൊട്ടിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഒരിക്കൽ കൂടി ചോദിക്കുന്നു, നീ ശരിക്കും അവളുടെ സുഹൃത്തായിരുന്നു? ആ ഒരു ചോദ്യത്തിന് മറുപടിയായി അവൾ അതെ, ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് അവിടെ കൂടി നിന്നവരെല്ലാം ഒരുപോലെ സ്റ്റക്ക് ആകുന്നുണ്ട്. സോ അതൊരു പഴയ കഥയാണെന്നും പറഞ്ഞ് ഗ്ലിൻഡ അവളുടെ സ്കൂൾ കാലഘട്ടം ഓർക്കുകയാണ്. അവിടെ നിന്ന് ടൈറ്റിലിട്ട് വിക്കറ്റ് പാർട്ട് 1 ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ ഹാരി പോട്ടറിലൊക്കെ കണ്ട പോലെ സ്വപ്ന തുല്യമായ ഒരു യൂണിവേഴ്സിറ്റി. അവിടെ പഠിക്കാനായിട്ട് ഒരു രാജകുമാരിയെ പോലെ പിങ്ക് മയത്തിൽ മുങ്ങി ഒരു ലോഡ് സാധനങ്ങളുമായിട്ടാണ് ഗ്ലിൻഡ വന്നിറങ്ങിയത്. അവൾ ഒരു പോപ്പുലർ ഗേളാവാനും ആളുകളുടെ അറ്റൻഷൻ നേടാനും ആഗ്രഹിക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു. ആക്ച്വലി അവൾ വന്നിറങ്ങുമ്പോൾ തന്നെ എല്ലാവരും അവളെ കണ്ട് ഒത്തിരി എക്സൈറ്റഡ് ആകുന്നുണ്ട്. ഇവനാണ് ബോക്ക്. ബോക്കിനെ ഗ്ലിൻഡയെ കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചതുകൊണ്ട് അവൻ അവളോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. ശേഷം ഷിസ് യൂണിവേഴ്സിറ്റി പുതിയ സ്റ്റുഡൻസിനെ എല്ലാം പാട്ടുപാടി വെൽക്കം ചെയ്യുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ നായികയായ പച്ചപ്പെണ്ണ് എൽഫി വരുന്നത്.
അവളെ കണ്ട് എല്ലാവരും അമ്പരക്കുകയാണ്. ഗ്ലിൻഡയും അവളെ കണ്ട് പേടിച്ച് ഒച്ച വെക്കുന്നുണ്ട്. പക്ഷേ എൽഫിക്ക് ഇവരെല്ലാം എന്തിനാണ് ഇങ്ങനെ ഞെട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? എന്റെ പല്ലിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്നാണ് എൽഫി ചോദിക്കുന്നത്. ഏയ് അങ്ങനെയൊന്നുമില്ല, നീ പച്ച നിറത്തിലാണുള്ളത് എന്ന് ഗ്ലിൻഡയും പറയുന്നു. ആക്ച്വലി അവൾ അതിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഈ ചെറുപ്പത്തിൽ പുല്ല് തിന്നിട്ട് ഇങ്ങനെ ആയതൊന്നുമല്ല, ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയാ ഉള്ളത്. അത് കേട്ടതും ഗ്ലിൻഡ അവളോട് സഹതാപം കാണിക്കുന്നത് പോലെ നന്മയുള്ള ആളായിട്ട് സംസാരിച്ച് എല്ലാവരുടെയും കയ്യടി വാങ്ങുകയാണ്. പക്ഷെ എൽഫിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. സോ അവൾ ഗ്ലിൻഡയെ കളിയാക്കി വിടുകയാണ്. ആക്ച്വലി എൽഫി ഇവിടെ പഠിക്കാൻ വന്നതല്ല കേട്ടോ, മറിച്ച് അവളുടെ അനിയത്തി നെസയെ ഇവിടെ ചേർക്കാനായിട്ട് വന്നതാണ്. അവരുടെ അച്ഛനാണെങ്കിൽ നെസയ്ക്ക് അമ്മയുടെ ജ്വല്ലറി ഷൂസൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് എൽഫിക്ക് ഒത്തിരി വിഷമം തോന്നുന്നുണ്ടെങ്കിലും നെസയെ അവൾക്ക് ഏറെ ഇഷ്ടമാണ്. സോ നെസയുടെ അച്ചീവ്മെന്റിൽ അവളും സന്തോഷിക്കുന്നുണ്ട്. പിന്നെ നെസയെ വീൽ ചെയറിൽ കൊണ്ടുപോകാൻ ആരും സഹായിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല കേട്ടോ. നെസയ്ക്കും അവളുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനാണ് താല്പര്യം. പക്ഷേ അവരുടെ അച്ഛന് നെസയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ളത് കൊണ്ട് അയാൾ എൽഫിയോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് എൽഫിയും അവരുടെ വെൽക്കം പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ എത്തിയ എൽഫി ശ്രദ്ധിക്കുന്നത് മുഴുവൻ ചുമരിലുണ്ടായിരുന്ന വിസാർഡ് ഓഫ് ഓസിന്റെ ചിത്രവും കൊത്തുപണികളുമായിരുന്നു. ഈ യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ഏറ്റവും പേര് കേട്ട ഒന്നാണ്. ഇവിടെ അഡ്മിഷൻ കിട്ടാനും അത്ര തന്നെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് ഇവിടെ ഡിൽമണ്ട് എന്നു പേരുള്ള ആർട്ട് പ്രൊഫസറും മാജിക്കിൽ അഗ്രഗണ്യായിട്ടുള്ള മാഡം മുറിബിളുമുണ്ട്. ആ മാഡത്തിനെ കാണുമ്പോൾ തന്നെ കുട്ടികളെല്ലാം എക്സൈറ്റഡ് ആകുന്നുണ്ട്. അതിനിടയിൽ നെസയും ബോക്കും തമ്മിൽ പരസ്പരം കണ്ട് പരിചയപ്പെടുന്നുണ്ട്. ശേഷം മാഡം മുറിബിൾ വന്നൊരു നല്ല പ്രസംഗമൊക്കെ നടത്തി തിരികെ പോകുമ്പോൾ ഗ്ലിൻഡ വന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി അന്ന് അവളുടെ പേര് ഗലിൻഡ എന്നായിരുന്നു. പേര് മാറ്റിയ കഥയ്ക്ക് നമുക്ക് വഴിയെ കാണാട്ടോ. ഇപ്പോൾ ഗലിൻഡ വന്ന് മാഡത്തോട് അവരുടെ സെമിനാറിൽ പങ്കെടുക്കാൻ ചാൻസ് ചോദിക്കുകയാണ്. പക്ഷേ മാഡം പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ മാത്രമേ അവർ സെമിനാറിന് സെലക്ട് ചെയ്യുള്ളൂ എന്നാണ്. അത് കേട്ട് താനും സ്പെഷ്യൽ ആണെന്ന് ഗലിൻഡ പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മാഡം അവരുടെ വഴിക്ക് പോയി. ഇതേ സമയം ഗവർണറുടെ മകളെ നെസയെ മറ്റൊരു മാഡം വന്ന് പരിചയപ്പെടുന്നുണ്ട്. അവളെ കണ്ട സന്തോഷത്തിൽ ഗവർണറുടെ മകൾ എന്ത് സുന്ദരിയാണെന്നൊക്കെ പറയുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് വന്ന എൽഫിയെ കണ്ട് ആ മാഡം ഒന്ന് പേടിച്ച് ഞെട്ടുന്നത്. എൽഫി ആണെങ്കിൽ താനാണ് ഗവർണറുടെ മൂത്ത മകൾ, സോ ഞാനും സുന്ദരിയല്ലേ എന്ന് പറഞ്ഞാണ് അവളെ പരിചയപ്പെടുത്തുന്നത്. അത് കേട്ട് ആ മാഡം ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷേ എൽഫി പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട, ഞാനിവിടെ പഠിക്കാമെന്ന് വന്നതല്ല, അച്ഛൻ പറഞ്ഞിട്ട് നെസ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നാണ്. സോ മാഡം ആണെങ്കിൽ എൽഫിയെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് നെസയെ താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളുടെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് ഒരൊറ്റ പോക്കാണ്. പക്ഷേ നെസയെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ രണ്ട് സഹോദരിമാർക്കും അത് കാരണം നല്ല ദേഷ്യം വരുന്നുണ്ട്. എൽഫിക്ക് ദേഷ്യം വന്നാൽ പിന്നെ പറയേണ്ടല്ലോ. അവൾ ആ ഒരു ദേഷ്യത്തിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന കീയും ബുക്സും എന്തിന് വീൽ ചെയറിൽ ഇരുന്ന നെസയടക്കം മുകളിലേക്ക് പറന്നു പോകുന്നുണ്ട്. അതെല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ച് നിലവിളിക്കുമ്പോൾ നെസ എൽഫിയെ സേഫ് ആയിട്ട് താഴേക്ക് ഇറക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നോർമൽ ആകുമ്പോൾ ചുറ്റിനും കൂടി നിൽക്കുന്ന എല്ലാവരും അവരെ ഒരുമാതിരി പേടിയോടെ നോക്കുകയാണ്. അത് കണ്ട് നാണക്കേട് തോന്നുന്ന നെസയും തന്റെ നല്ലൊരു തുടക്കം എൽഫി നശിപ്പിച്ചു എന്ന് പറഞ്ഞ് പിണങ്ങി പോവുകയാണ്. പക്ഷെ ഇതെല്ലാം കണ്ടു നിന്ന മാഡം മുറിബിൾ അവിടേക്ക് വന്നിട്ട് ഇപ്പോഴിവിടെ നടന്നതെല്ലാം താൻ കാണിച്ച മാന്ത്രിക വിദ്യയാണെന്ന് അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാവരും അത് കേട്ട് കൈയടിക്കുന്നുണ്ട്. ഇതേ സമയം ഗലിൻഡ അവളുടെ സെമിനാർ ചാൻസ് ചോദിക്കാനായിട്ട് മാഡത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ മാഡം ചോദിക്കുന്നത് എൽഫിയുമായിട്ട് റൂം ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളത് ആർക്കാണ് എന്നാണ്. പക്ഷെ ആ സമയത്ത് അവിടെ തട്ടി വീഴുന്ന ഗലിൻഡ മാഡം പറഞ്ഞതെന്താണെന്ന് ശരിക്കും കേൾക്കാതെ ആ മണ്ടത്തി എൽഫിയുമായിട്ട് റൂം ഷെയർ ചെയ്യാൻ സമ്മതിക്കുകയാണ്. ശേഷം എൽഫിയെയും കൂട്ടി മാഡം പോകുമ്പോൾ ഇവിടെ ഇപ്പോ എന്താ സംഭവിച്ചത്, താനിത് മണ്ടത്തരമായി കാണിച്ചത് എന്ന് മനസ്സിലാക്കാതെ നിൽക്കുകയാണ് ഗലിൻഡ. അപ്പോൾ തന്നെ അവളുടെ അവിടുത്തെ രണ്ട് വാലുകളും ലൈക്ക് തോഴിയും തോഴനും വന്ന് നമ്മുടെ ഡ്രാമ ക്യൂവിനെ താങ്ങി എടുത്തുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് മാഡത്തിന്റെ കൂടെ പോയ എൽഫി അവരോട് നേരത്തെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ സഹായിച്ചതിനുള്ള നന്ദിയൊക്കെ പറയുന്നുണ്ട്. മാഡം മുറിബിൾ ആണെങ്കിൽ എൽഫിയുടെ കഴിവൊക്കെ കണ്ടിട്ട് അവളായിരിക്കണം തന്റെ സെമിനാറിന് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്റ്റുഡന്റ് എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ തന്റെ അച്ഛൻ ഗവർണർ അതിന് സമ്മതിക്കില്ല എന്നവൾ പറയുമ്പോൾ അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് മാഡവും പറയുകയാണ്. മാത്രമല്ല വിസാർഡ് ഓഫ് ഓസിനെ കാണാനുള്ള ഭാഗ്യവും ടാലന്റും അവൾക്കുണ്ടെന്നാണ് മാഡം പറയുന്നത്. അവളുടെ ടാലന്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ചു തരാൻ മാഡം തയ്യാറാണെന്ന് പറയുമ്പോൾ വിസാർഡിനെ കാണാമെന്ന് കേൾക്കുന്ന എൽഫിയും ഒത്തിരി ഹാപ്പി ആകുന്നുണ്ട്. ശേഷം നമ്മുടെ എൽഫി അവളുടെ മുറിയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കി വെക്കാതെ ഗലിൻഡ അവളുടെ സാധനങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കുറെ കാറ്റും വെളിച്ചമൊക്കെ കയറണമെന്ന് പറഞ്ഞ് ബാൽക്കണി ഡോർ അടക്കാനും ഗലിൻഡ സമ്മതിക്കുന്നില്ല. അതും പറഞ്ഞ് അവൾ എൽഫിക്ക് വേണ്ടി മാറ്റിവെച്ച ചെറിയൊരു സ്പേസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ എല്ലാ സാധനങ്ങളുടെയും ഇടയിൽ ഒരു കുഞ്ഞു കട്ടിലും ബെഡും. ഇതെല്ലാം കണ്ടിട്ട് എൽഫിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവളുടനെ ഗലിൻഡയുടെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുമ്പോൾ ഗലിൻഡ പറയുന്നത് ഇതാണ്: നേരത്തെ ആ ഒരു മാജിക് കാണിച്ചത് നീയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് ആരോടും പറയില്ല. പകരം നീ എന്നെ കുറിച്ച് മാഡം മുറിബിളിനോട് ഒന്ന് പൊക്കി പറഞ്ഞാൽ മാത്രം മതി. ശരിക്കും ഇതൊക്കെ നീ എങ്ങനെയാണ് ചെയ്തത്? ഇതും പറഞ്ഞ് ഗ്ലിൻഡ എൽഫിയെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ എൽഫി ശരിക്കും ചൂടാകുന്നുണ്ട്. എൽഫിയുടെ ദേഷ്യം അവിടുത്തെ വാതിലിലെ ചില്ല് വരെ തകർത്ത് കളയുന്നുണ്ട്. അങ്ങനെ എൽഫി ആഗ്രഹിച്ചതുപോലെ ആ ഡോറും അടഞ്ഞു. ചില്ല് ഒളിഞ്ഞതുകൊണ്ട് ഗ്ലിൻഡയുടെ ആഗ്രഹം പോലെ കാറ്റും അകത്തേക്ക് കടക്കുന്നുണ്ട്. സോ ഈ ഒരു ഇൻസിഡന്റോട് കൂടി രണ്ടുപേരും ശത്രുക്കളായിട്ട് മാറുകയാണ്. രാത്രിയായപ്പോൾ അവർ തങ്ങളുടെ വീട്ടിലേക്ക് കത്തുകൾ എഴുതുമ്പോൾ പോലും എന്തോ കോമ്പറ്റീഷൻ പോലെയാണ് അവർ എഴുതുന്നത്. രണ്ടിനും മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ച് പഠിക്കാൻ പോകുമ്പോഴും അവിടെയും പരസ്പരം പോരാണ്. ഗലിൻഡയ്ക്ക് കൂട്ടായിട്ട് രണ്ട് മണ്ടന്മാരും സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ എല്ലാ സ്റ്റുഡൻസും ഉണ്ട്. എന്നാൽ എൽഫിയെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആകെ ഉണ്ടായിരുന്നത് അവളെ
പെറ്റുപോലെ കാണുന്ന മാഡം മൊറിബിളാണ്. ആക്ച്വലി അത് തന്നെയായിരുന്നു ഗലിൻഡയുടെ ഏറ്റവും വലിയ അസൂയയും. അക്കാര്യത്തിൽ മാത്രം എൽഫി ഗലിൻഡയെ കടത്തിവിട്ടു. ഇതിനിടയിൽ ഇവിടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഹിസ്റ്ററി എടുക്കാൻ വരുന്നത് ആട് പ്രൊഫസറായ ഡോക്ടർ ഡിൽമണ്ട് ആണ്. പുള്ളിക്കാരൻ ഒരു ആടായതുകൊണ്ട് തന്നെ ഗലിൻഡയെ ഗ്ലിൻഡ എന്നാണ് വിളിക്കുന്നത്. അവൾ അത് തിരുത്താൻ നോക്കുമ്പോഴും പുള്ളിക്കാരൻ അവളെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോഴും എൽഫിയും ഗലിൻഡയും തമ്മിൽ അവിടെയും വാക്കുതർക്കങ്ങളൊക്കെ വരുന്നുണ്ട്. ആസ് യൂഷ്വൽ പിള്ളേരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഗലിൻഡയെയാണ്. എന്തായാലും ഡോക്ടർ ഡിൽമണ്ട് അവർക്ക് ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കുമ്പോൾ ഷിസ് യൂണിവേഴ്സിറ്റിയിലെ അവസാനത്തെ എനിമൽ പ്രൊഫസറിൽ ഒരാളാണ് താനെന്ന് പറയുന്നുണ്ട്. പക്ഷെ പണ്ടിവിടെ ഒത്തിരി എനിമൽസ് പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ് സാർ അവർക്ക് പഴയ ക്ലാസ്സുകളുടെ ഫോട്ടോസ് ഒക്കെ പ്രസന്റ് ചെയ്യുകയാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഇവരൊക്കെ ജനിക്കുന്നതിന് മുൻപ് ഇവിടെ വന്യജീവികളായ പുള്ളിപ്പുലി അടക്കം ക്ലാസ്സുകൾ എടുത്തിരുന്നു. പക്ഷെ അതെല്ലാം മാറി. ഇപ്പോൾ എനിമൽ കൾച്ചർ മാറി മറിഞ്ഞിരിക്കുകയാണ്. വന്യതയില്ലാത്ത ആടുകളെ പോലെ പാവം മൃഗങ്ങളെയാണ് ഇപ്പോൾ മനുഷ്യരുമായിട്ട് സഹകരിക്കാൻ അനുവദിക്കുന്നത്. അതെല്ലാം പറഞ്ഞ് ആട് സാർ അവിടെ ക്ലാസ് എടുക്കാൻ ബോർഡിലേക്ക് നോക്കുമ്പോൾ മൃഗങ്ങളെ കാണാം. സാർ പറയുന്നത് കേൾക്കരുത് എന്ന് ആരും അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണുകയാണ്. അത് കണ്ട് ആട് സാറിന് ഒത്തിരി വിഷമാകുന്നുണ്ട്. പക്ഷെ സാർ എത്ര ചോദിച്ചിട്ടും ഇതാരാണ് ചെയ്തതെന്ന് ആരും പറയുന്നില്ല. എല്ലാ ക്ലാസ്സിലും കാണുമല്ലോ ഇങ്ങനെ കുരുത്തം കെട്ട ചില പിള്ളേര്. പക്ഷെ പിള്ളേരുടെ ആദ്യത്തെ ക്ലാസ്സിലെ, അതുകൊണ്ട് അവരിത് ചെയ്യാൻ വഴിയില്ല. പക്ഷെ ആരാണ് ചെയ്തത് എന്ന് ആർക്കോട്ട് അറിയില്ല താനും. സാറിനാണെങ്കിൽ നല്ല ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നത് കൊണ്ട് അന്നത്തെ ക്ലാസ് അദ്ദേഹം ഡിസ്മിസ് ചെയ്യുകയാണ്. പക്ഷെ എൽഫി മാത്രം സാറിന്റെ വിഷമത്തിൽ പങ്കുചേർന്ന് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നുണ്ട്. സാറിന് ഏറെ ഇഷ്ടമുള്ള പൂവ് എൽഫിക്കും ഇഷ്ടമായിരുന്നു. മാത്രമല്ല ചെറുപ്പത്തിൽ അവളെ വളർത്തിയത് കരടിനാനിയായതുകൊണ്ട് എൽഫിക്ക് മൃഗങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ മനുഷ്യരാരും അവളോട് കൂട്ടുകൂടാറേ ഇല്ലല്ലോ. സോ ആട് സാറും എൽഫിയും നല്ല കൂട്ടാവുന്നുണ്ട്. ശേഷം മാഡം മൊറിബിളും എൽഫിയും ചേർന്ന് അവളുടെ മാജിക് പ്രാക്ടീസ് ചെയ്യുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അവിടെ ഇരിക്കുന്ന കോയിൻ ഉയർത്താൻ എൽഫിക്ക് സാധിക്കുന്നില്ല. അവൾ അത് കാരണം നിരാശയാകുമ്പോൾ മാഡം അവളെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. ശേഷം ഇന്ന് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളും ആട് സാർ അപമാനിക്കപ്പെട്ട ഇൻസിഡന്റും അവർ ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യം ഓർത്ത് എൽഫിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾക്ക് ദേഷ്യം വന്നാൽ പിന്നെ സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ആ ഒരു കോയിൻ താനെ പൊങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന ചില്ല് തകർത്ത് വായുവിൽ നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ അത് താഴേക്ക് വീഴുമ്പോൾ ആ ഒരു കാഴ്ച കണ്ട് മാഡം മൊറിബിളും ഒത്തിരി പ്രൗഡ് ആകുന്നുണ്ട്. എൽഫിക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് തന്റെ പവർ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ ഉടനെ തന്നെ വിസാഡിനെ കാണാമെന്ന് മാഡം സന്തോഷത്തോടെ പറയുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് രാത്രിയാകുമ്പോൾ ആട് സാർ അവിടെ ധൃതിയിൽ പോകുന്നത് കണ്ട് എൽഫിയും അദ്ദേഹത്തിന് പിന്നാലെ പോകുന്നതാണ്. ബോർഡിൽ അങ്ങനെയെല്ലാം എഴുതി വെച്ചത് ആരാണെന്നറിഞ്ഞു എന്ന് ചോദിക്കാനാണ് അവൾ പോകുന്നത്. പക്ഷെ അതൊന്നും കേൾക്കാതെ സാർ തന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ മറ്റു മൃഗങ്ങളും പക്ഷികളൊക്കെ ചേർന്നൊരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈയിടെയായിട്ട് ഒത്തിരി മൃഗങ്ങളെ കാണാതാകുന്നുണ്ട്. അതിന് പിന്നിൽ മനുഷ്യന്റെ എന്തൊക്കെയോ കളികളാണെന്ന് ഇവർക്ക് മനസ്സിലായി. പക്ഷെ ആ മൃഗങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. സോ ഓരോ മൃഗങ്ങളും മിസ്സിംഗ് ആയതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം ഒളിഞ്ഞു കേട്ട് എൽഫിയും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ പെട്ടെന്ന് ആട് സാറിന് ഒരു കൂട്ടിലിട്ട പോലെയൊക്കെ വിഷം വരുന്നുണ്ട്. അപ്പോൾ അവൾ പുറകിലേക്ക് ചലിക്കുമ്പോൾ ആ ഒരു ശബ്ദം കേട്ട് മൃഗങ്ങളെല്ലാം പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അങ്ങനെ പുറത്തേക്ക് വരുന്ന ആട് സാർ എൽഫിയെ കാണുന്നുണ്ട്. ശേഷം ആട് സാറും എൽഫിയും ചേർന്ന് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവൾക്ക് മൃഗങ്ങളെ കുറിച്ചോർത്ത് സങ്കടം വരുന്നുണ്ട്. ഓസിലെ മൃഗങ്ങൾക്കെല്ലാം സംസാരശേഷി നഷ്ടപ്പെടുകയാണ്. പിന്നെ അവരെ കാണാതാവുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വിസാഡിനെ അറിയിക്കണമെന്നാണ് എൽഫി വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരും അറിയരുതെന്നാണ് ആട് സാർ പറയുന്നത്. അങ്ങനെ അവരുടെ സംസാരമെല്ലാം കഴിഞ്ഞ് എൽഫി തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു കുതിരപ്പുറത്ത് വരുന്ന രാജകുമാരൻ അവളെ ഇടിച്ചിടുന്നുണ്ട്. ആക്ച്വലി രാജകുമാരനല്ല, കുതിരയാണ് അവളെ ഇടിച്ചിട്ടത്. ഇവനാണ് നമ്മുടെ ഹീറോ, വിങ്കി കൺട്രിയുടെ പ്രിൻസസ് ആയ ഫിയേരോ. സത്യം പറഞ്ഞാൽ അവൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയപ്പോൾ കുതിര പെട്ടെന്ന് അവളെ കാണാതെ ഇടിച്ചിട്ടതാണ്. എന്തായാലും ഫിയേരോ മറ്റുള്ളവരെ പോലെ എൽഫിയെ അവഗണിക്കുന്നില്ല. അവളുടെ നിറത്തെക്കുറിച്ചും അവൻ ബോധേഡായിരുന്നില്ല. പക്ഷെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണെങ്കിലും എൽഫി അവനുമായിട്ട് ഉടക്കുന്ന പോലെ സംസാരിച്ചാണ് പോകുന്നത്. എന്തായാലും അടുത്ത ദിവസം ഷിസ് യൂണിവേഴ്സിറ്റിയെ തേടി ആ വാർത്ത വന്നു. രാജകുമാരനായ ഫിയേറോ ഷിസിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു വാർത്ത കേട്ട് ഗലിൻഡെ അടക്കം അവിടെയുള്ള എല്ലാവരും എക്സൈറ്റഡ് ആവുകയാണ്. ഗലിൻഡയാണെങ്കിൽ രാജകുമാരനെ ഇംപ്രസ് ചെയ്യാനായി കുറച്ചധികം എക്സ്ട്രാ മേക്കപ്പ് ഒക്കെ ഇട്ട് അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഫിയേരയും അവളെ കണ്ട് ഇംപ്രസ് ആകുന്നുണ്ട്. സോ അവൻ അവളുടെ പിന്നാലെ ചെന്ന് അവിടെയെല്ലാം ചുറ്റി നടന്ന് കാണുകയാണ്. ഒപ്പം അവിടെ ഇരുന്ന് പഠിക്കുന്ന എൽഫിയെയും അവൻ കാണുന്നുണ്ട്. അവൻ എൽഫിയെ നോക്കി ഹായ് കാണിക്കുമ്പോൾ അവൾ അവനെ അധികം മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഗലിൻഡയാണെങ്കിൽ ഒരു ബുക്കും പിടിച്ച് ഫിയേരയെ ചുറ്റുപറ്റി നടക്കുകയാണ്. ഇതിനിടയിൽ ഫിയേരയും ഗലിൻഡയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് അവളോട് ക്രഷുള്ള ബോക്കിന് കുറച്ച് അസൂയൊക്കെ വരുന്നുണ്ട്. സോ അവൻ വന്ന് അവരോട് സംസാരിക്കുമ്പോൾ ഇന്ന് രാത്രി നടക്കുന്ന പാർട്ടിയിലേക്ക് ഫിയോര അവനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പഠനവും പരീക്ഷയും ഒന്നുമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് പാട്ടുപാടി അവൻ അവിടെ ഡാൻസ് ചെയ്ത് മൊത്തം കളറാക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൽഫി ഒഴികെ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഫിയേരോ മടങ്ങുമ്പോൾ അവന് പിന്നാലെ പോകുന്ന ഗലിൻഡയുടെ അടുത്തേക്ക് ബോക്ക് ഓടി വരുന്നുണ്ട്. അവൻ അവൾക്ക് വിയർപ്പ് തുടക്കാൻ ഒരു തൂവാലേക്ക് കൊടുത്തിട്ട് ഇന്ന് രാത്രി നടക്കുന്ന പാർട്ടിയിൽ ഡാൻസ് ചെയ്യാൻ അവളെ ക്ഷണിക്കുകയാണ്. പക്ഷേ അവളാണെങ്കിൽ അവനെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ പറയും, നിനക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ കാലിന് വയ്യാത്ത നെസയെ വേണം നീ ഡാൻസിങ് പാർട്ട്ണർ ആയിട്ട് ക്ഷണിക്കേണ്ടത്. ഞാൻ എപ്പോഴും ആളുകളോട് കൈൻഡ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
ശ്രമിക്കുന്നത്. ഇത് കേട്ടതും ഗലിൻഡയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ബോക്ക് ഉടനെ നെസയുടെ അടുത്ത് ചെന്ന് അവളെ ഡാൻസ് ചെയ്യാനായിട്ട് ക്ഷണിക്കും. ഇതെല്ലാം കണ്ട് ഫിയേരയും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും ഗലിൻഡ ചെയ്തത് ഒരു നല്ല കാര്യമായിട്ടാണ് അവന് തോന്നുന്നത്. സോ അവൾ ക്ഷണിക്കുന്നതിനെ തുടർന്ന് ഇന്നത്തെ പാർട്ടിക്ക് കൂടെ ഡാൻസ് ചെയ്യാനായിട്ട് അവനും സമ്മതിക്കുകയാണ്. ഇതിനുശേഷം നെസയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ബോക്ക് അവളെ ഡാൻസ് ചെയ്യാൻ ക്ഷണിച്ച കാര്യം തന്റെ ചേച്ചിയായ എൽഫിയോട് പറയുന്നുണ്ട്. ശരിക്കും അവനത് പറയാൻ നാണമായിരുന്നു. പക്ഷെ ഗലിൻഡ പുഷ് ചെയ്തത് കൊണ്ടാണ് അവൻ എന്നോട് വന്ന് സംസാരിച്ചതെന്ന് നെസ പറയുമ്പോൾ എൽഫിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നെസ വളരെ ഹാപ്പി ആയതുകൊണ്ട് ഇക്കാര്യത്തിൽ അവൾക്ക് ഗലിൻഡയോട് ഒത്തിരി നന്ദിയുണ്ട്. ഗലിൻഡയ്ക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു ചെയ്യണമെന്നും നെസ ആഗ്രഹിക്കുന്നു. നെസയുടെ സന്തോഷത്തിൽ എൽഫിയും ഹാപ്പിയാണ്. എന്തായാലും രാത്രിയാകുമ്പോൾ തന്റെ പരിചാരകരുടെ സഹായത്തോടെ ഗലിൻഡ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. അതിനിടയിൽ അവളുടെ ഷെൽഫിൽ നിന്നും തോഴനൊരു വിയേഡായ ക്യാപ്പ് കിട്ടുന്നുണ്ട്. ഈ ദുഷ്ടമന്ത്രവാദിനികൾ ധരിക്കുന്നത് പോലൊരു തൊപ്പി. അത് അവളുടെ ഗ്രാനിയുടേതായിരുന്നു. അത് അവൾക്ക് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് അത്രയും വെറുപ്പുള്ള ആരും തന്നെയില്ല എന്ന് പറയുമ്പോൾ ബാക്കി രണ്ടുപേരുടെയും മനസ്സിൽ ഒരു ബൾബ് കത്തുന്നുണ്ട്. കറക്റ്റ് ആ സമയത്ത് തന്നെ എൽഫിയും മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. സോ ഗലിൻഡ വളരെ സ്നേഹത്തോടു കൂടി എൽഫിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം അവൾക്ക് പാർട്ടിയിൽ ഇടാൻ വേണ്ടി വിയേഡായ ആ തൊപ്പിയും കൊടുക്കുന്നുണ്ട്. അവൾ എൽഫിക്കിട്ട് ഒരു പണി കൊടുക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് പാവം എൽഫിക്ക് മനസ്സിലായില്ല. തന്നോടും സഹോദരിയോടും ഗലിൻഡ വളരെ കൈൻഡ് ആയിട്ട് പെരുമാറുന്നത് കണ്ട് അവൾക്ക് തിരിച്ചെന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് എൽഫി തീരുമാനിക്കുന്നു. അതിനെ തുടർന്ന് എൽഫി നേരെ ചെന്ന് മാഡം മുറിബിളിനോട് തന്റെ ആവശ്യം പറയുകയാണ്. അതായത് മാഡത്തിന്റെ സെമിനാറിൽ ഗലിൻഡയെയും ഉൾപ്പെടുത്തിയാലേ എൽഫിയും അതിൽ പങ്കെടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇതേസമയം പാർട്ടി ആണെങ്കിൽ ഓണായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പാട്ടും ഡാൻസും ബഹളവും എല്ലാം കൂടി അടിപൊളി ഹാപ്പി മൊമെന്റ്സ്. അപ്പോഴാണ് തന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് ഗലിൻഡയും ഫിയേരയും കൂടി ഉമ്മ വെച്ച് കളിക്കുന്നത് ബോക്കിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവനൊന്നും നോക്കിയില്ല. ശാരി പോയ മേരി എന്ന മൈൻഡിൽ ഉടനെ തന്നെ നെസയെ പ്രൊപ്പോസ് ചെയ്ത് അവളുമായിട്ട് ഡാൻസ് ചെയ്യുകയാണ്. അതിനിടയിൽ മാഡം മുറിബിൾ നമ്മുടെ ഗലിൻഡയുടെ അടുത്തേക്ക് വന്ന് മന്ത്രവടിയൊക്കെ കൊടുത്തിട്ട് അവളെ സെമിനാറിന് സെലക്ട് ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഗലിൻഡ വിചാരിക്കുന്നത് അവളുടെ കഴിവ് കണ്ടിട്ടാണ് മാഡം അവളെ സെലക്ട് ചെയ്തത് എന്നാണ്. പക്ഷെ മുറിബിൾ പറയുന്നത് നിന്നെ പോലുള്ള ചവറുകളെ ഒന്നും യൂഷ്വലി ഞാൻ സെലക്ട് ചെയ്യാറില്ല. പിന്നെ നിന്റെ റൂംമേറ്റായ എൽഫി വന്ന് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ്. നീയില്ലെങ്കിൽ അവളും സെമിനാറിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. സോ അവളെ പോലെ ബ്രില്യന്റ് ആയ ഒരാളെ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം വേറെ വഴിയില്ലാതെ നിന്നെ പോലൊരു മണ്ടത്തിയെയും എനിക്ക് സെലക്ട് ചെയ്യേണ്ടി വന്നു. നീ ആദ്യം പോയിട്ട് അവളോട് നന്ദി പറ. അവളും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം കേട്ടതും ഗലിൻഡ ആകെ കൺഫ്യൂസ്ഡ് ആയി. അതേസമയം അവിടുത്തെ ഒച്ചയും ബഹളവുമെല്ലാം എൽഫിയുടെ വരവോടെ നിൽക്കുകയാണ്. ആ വിച്ചിന്റെ തൊപ്പിയും വെച്ച് അവൾ വരുന്നത് കാണുന്ന എല്ലാവരും അവളെ നോക്കി കളിയാക്കി ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് കാണുന്ന ഗലിൻഡയ്ക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട്. എൽഫി അവരുടെ കളിയാക്കലുകളൊന്നും ശ്രദ്ധിക്കാതെ ആ തൊപ്പി അവിടെ വെച്ചിട്ട് വളരെ വിയേഡായ സ്റ്റെപ്പ് വെച്ച് അവിടെ ഒറ്റക്ക് നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ നെസയ്ക്കും അതൊരു നാണക്കേടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ഫിയേരയും വന്നിട്ടുണ്ടായിരുന്നു. ശേഷം എൽഫി ആ തൊപ്പി എടുത്ത് തലയിൽ വെക്കുമ്പോൾ ഗലിൻഡയും അവളുടെ അടുത്തേക്ക് ചെന്ന് ഒരുമിച്ച് ആ വിയേഡായ സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് ചെയ്യുകയാണ്. ഗലിൻഡ ഡാൻസ് ചെയ്യുന്നത് കണ്ട് അവിടെയുള്ള ഓരോരുത്തരും അതേ സ്റ്റെപ്പ് ഇടാൻ തുടങ്ങി. പതിയെ പതിയെ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഗലിൻഡയുടെ പരിചാരകരും അതേ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. ആ നിമിഷം ഗലിൻഡ എൽഫിയെ കെട്ടിപ്പിടിച്ച് മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ട് മാറുമ്പോൾ എല്ലാവരും ചേർന്ന് ഡാൻസ് ചെയ്ത് അതൊരു സെലിബ്രേഷൻ ആക്കി മാറ്റി. ശേഷം പാർട്ടി എല്ലാം കഴിഞ്ഞ് റൂംമേറ്റ്സ് ആയ എൽഫിയും ഗലിൻഡയും കൂടി സംസാരിക്കുമ്പോൾ അവർ പരസ്പരം തങ്ങളുടെ സീക്രട്സ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഗലിൻഡ പറയുന്നത് അവളും ഫിയേരയും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നാണ്. പക്ഷെ ആ കാര്യം ഇപ്പോഴും അവൻ അറിയില്ല എന്നതാണ് മറ്റൊരു സത്യം. എനിവേ തിരിച്ച് ഗലിൻഡ എൽഫിയോട് ചോദിക്കുന്നത് നീ എപ്പോഴും ഈ പില്ലോയ്ക്കിടയിൽ ഒരു ഗ്രീൻ ബോട്ടിൽ വെക്കുന്നത് എന്തിനാണെന്നാണ്. പക്ഷെ എൽഫിക്ക് ആ ബോട്ടിൽ അവൾ എടുത്തത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. സോ അത് തന്റെ അമ്മയുടേതായിരുന്നു. അതിൽ വേറെ സീക്രട്സ് ഒന്നുമില്ല എന്ന് അവൾ കുറച്ച് റൂഡായിട്ട് പറയുകയാണ്. അത് ഇഷ്ടപ്പെടാതെ നമ്മുടെ ഡ്രാമാക്യൂൻ ഗലിൻഡ പിണങ്ങി വന്നൊരു കിടപ്പുണ്ട്. അത് കണ്ട് എൽഫിക്കും ചിരി വരും. സോ അവൾ തന്റെ സീക്രട്ട് ഗലിൻഡയോട് പറയുകയാണ്. എന്റെ അച്ഛൻ എന്നെ തീരെ ഇഷ്ടമല്ല. നെസയുടെ കാലിങ്ങനെയായതിന് കാരണം ഞാനാണ്. അമ്മ അവളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവളും എന്നെ പോലെ പച്ച നിറത്തിലായിരിക്കുമോ എന്ന് അച്ഛൻ പേടിച്ചിരുന്നു. സോ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് രാത്രിയും പകലും മിൽക്ക് ഫ്ലവേഴ്സ് കൊടുക്കുമായിരുന്നു. അങ്ങനെ നെസ ജനിച്ചപ്പോൾ അവളുടെ കാലിന് ശേഷിയില്ലാതായി. അമ്മയും മരണപ്പെട്ടു. അതെല്ലാം എന്റെ തെറ്റാണ്. ഞാൻ പച്ച നിറത്തിലായതുകൊണ്ടാണ് അവൾക്കും അങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് എൽഫി സ്വയം കുറ്റപ്പെടുത്തുമ്പോൾ ഗലിൻഡ അവളെ തിരുത്തുകയാണ്. അതൊരിക്കലും നിന്റെ തെറ്റല്ല, അതാ മിൽക്ക് ഫ്ലവറിന്റെ തെറ്റാണ്. ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും നേരം വെളുത്തിരുന്നു. അന്നു മുതൽ ഗലിൻഡ അവളെ എൽഫി എന്ന് വിളിക്കാൻ തുടങ്ങി. മാത്രമല്ല അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ഗലിൻഡ എൽഫിയെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് കൂടുതൽ സുന്ദരിയാക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്. അവൾ അവിടെ കിടന്ന് പാട്ടുപാടി എൽഫിയെയും തന്നെ പോലെ പോപ്പുലർ ആക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കുകയാണ്. അവളുടെ കയ്യിലുള്ള പിങ്ക് കളക്ഷനിൽ നിന്നും ഓരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗലിൻഡയുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഒരു ഫെയറി പോലെയായിരുന്നു. മാത്രമല്ല അവളുടെ മാസ്റ്റർ പീസ് ഐറ്റമായ മുടി കൊണ്ടുള്ള കോപ്രായവും എൽഫിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊരു നടക്കുപോകില്ല എന്ന് മനസ്സിലാകുമ്പോൾ മാഡം മുറിബിൽ കൊടുത്ത മാജിക് സ്റ്റിക്ക് കൊണ്ട് ഒരു ഗൗൺ വരുത്താനും ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ ഗലിൻഡയെ കൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ തന്റെ തലയിലുണ്ടായിരുന്ന ഒരു പൂവ് മാത്രം എൽഫിക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവസാനം ഈ ഒരു പൂവ് മാത്രമാണ് എൽഫിയെ കൂടുതൽ സുന്ദരിയാക്കിയത്. അടുത്ത ദിവസം എൽഫി കുറച്ച് ഡിഫറന്റ് ആയിട്ട് ഒരുങ്ങിയാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. എല്ലാവരും ഇപ്പോൾ അവളെ ആക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവളോട് ചിരിച്ചൊക്കെ സംസാരിക്കുന്നുമുണ്ട്. എൽഫിയാണെങ്കിൽ ഗലിൻഡ ചെയ്യുന്നത് പോലെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുമ്പോൾ ഫിയേരോ അത് കണ്ട് ചിരിക്കുകയാണ്. നീ ഒരിക്കലും ഗ്ലിൻഡ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടതില്ല, അല്ലാതെ തന്നെ നീ അടിപൊളിയാണെന്ന് പറഞ്ഞ് അവൻ അവളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു. എൽഫി ഇന്ന് ഡോക്ടർ ഡിൽമണ്ടിന് വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ സാർ ഇതിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സാർ പറയുന്നത് ഇന്ന് സാറിന്റെ ഷിസിലെ അവസാന ദിവസമാണെന്നാണ്. ഇവിടെ ഇനി മൃഗങ്ങളെ ഒന്നും പഠിപ്പിക്കാൻ അനുവദിക്കില്ല പോലും. അത് കേട്ട് എല്ലാവരും അമ്പരക്കുമ്പോൾ എൽഫിക്ക് അതൊത്തിരി സങ്കടമുള്ള കാര്യമായിരുന്നു. ഉടനെ തന്നെ അവിടുത്തെ ആളുകൾ വന്ന് സാറിനെ ആടുന്ന രീതിയിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. ഇത്രയും നാളുണ്ടായിരുന്ന റെസ്പെക്ട് എല്ലാം മാറി ഒരു മൃഗമെന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് സാറിന് അവർ കൊടുത്തത്. എൽഫി അത് തടയാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴവൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഉടനെ തന്നെ മനുഷ്യനായ പുതിയ ഹിസ്റ്ററി പ്രൊഫസർ അവരെ പഠിപ്പിക്കാനായിട്ട് എത്തിയിരുന്നു. അയാൾ ഒരു കൂട്ടിലിട്ട സിംഹക്കുട്ടിയെയും കൊണ്ടാണ് വന്നത്. അതായത് ഫ്യൂച്ചറിൽ ഈ മൃഗങ്ങളെയെല്ലാം ഇതുപോലെ കൂട്ടിലിട്ടായിരിക്കും വളർത്തുന്നത്. അതിനായി ഇവർ പുതുതായി കണ്ടുപിടിച്ച ഒന്നാണ് കൂട്. മാത്രമല്ല ഇനി മൃഗങ്ങൾക്ക് സംസാരിക്കാനും സാധിക്കില്ല എന്ന് പറയുമ്പോൾ എൽഫിക്ക് ആ വിഷൻ വീണ്ടും വരികയാണ്. ആട് സാറിനെയും ഒരു കൂട്ടിലിട്ടിരിക്കുന്ന ദൃശ്യം അത് അവൾക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഉടനെ തന്നെ അവൾക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇതിനെതിരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ എൽഫി ആ പൂവുകൾ ഡെസ്കിൽ വെക്കുമ്പോൾ ആ പൂവുകളെല്ലാം ഓരോന്നായിട്ട് പറന്നു ചെന്ന് അവിടെയുള്ളവരുടെ എല്ലാം ബോധം നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ എൽഫിയും ഫിയേരയും ഒഴികെ മറ്റുള്ളവരെല്ലാം അവിടെ മയങ്ങി വീഴുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഫിയേരയ്ക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ ഉടനെ തന്നെ ആ കുട്ടി സിംഹത്തെയും രക്ഷപ്പെടുത്തി എൽഫിയുടെ കൂടെ കാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം മാഡം മുറിബിൾ വന്ന് നോക്കുമ്പോൾ ക്ലാസ്സിൽ എല്ലാവരും മയങ്ങി കിടക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടവർ സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ എൽഫിയാണെന്ന് മുറിബിളിന് മനസ്സിലായി. സോ അവരുടനെ തന്നെ വിസാർഡ് ഓഫ് ഓസിന് ഒരു ലെറ്റർ എഴുതുകയാണ്. ഇതേ സമയം കാട്ടിലെത്തിയ എൽഫിയും ഫിയോരയും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർക്ക് പരസ്പരം എന്തോ ഒരു ഫീൽ തോന്നുന്നുണ്ട്. അതവർ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ മുതൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലാകുന്നത്. അപ്പോഴേക്കും ഇവിടെ ഗലിൻഡ അടക്കം എല്ലാവർക്കും ബോധമൊക്കെ തെളിഞ്ഞിരുന്നു. ഫിയേരോ പതിയെ എൽഫിയോട് അടുത്ത് വന്നിരുന്നിട്ട് ഞാൻ മാത്രം എന്താണ് ബോധം കെടാതിരുന്നത്, നീ എന്താണ് എന്നെ തിരഞ്ഞെടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൽഫി പതിയെ വിഷയം മാറ്റി അവന്റെ മുഖത്തെ മുറിവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ നിമിഷം അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നുണ്ടെന്ന് രണ്ടുപേരും തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ ആ കാര്യം മറച്ചു വെക്കാനായിട്ട് കുട്ടിസിംഹത്തെയും കൂടി മാറിപ്പോവുകയാണ്. അപ്പോൾ എൽഫിക്കും അവളുടെ മനസ്സിൽ അവനോട് തോന്നുന്ന പ്രണയം മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാലും ഗലിൻഡയ്ക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അറിയുന്ന എൽഫി അവളുടെ പ്രണയം അവിടെ മറച്ചു വെക്കുകയാണ്. അവരുടെ ഇടയിൽ താനൊരു വിലങ്ങ് തടിയാവേണ്ട എന്ന് കരുതി അവൾ സ്വയം പിൻവലിയുമ്പോൾ അവന്റെ മനസ്സിലും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവനും പഴയ പോലെ ഗലിൻഡയോട് ഇടപഴകാൻ സാധിക്കുന്നില്ലായിരുന്നു. അവന്റെ കണ്ണുകൾ എൽഫിയെ തേടുമ്പോൾ താൻ എല്ലാവരും യോജിച്ചത് എന്ന് സ്വയം പറഞ്ഞ് അവൾ മറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അടുത്ത പ്രഭാതം എൽഫിയുടേതായിരുന്നു. മാഡം മുറിബിൾ അയച്ച കത്തിനുള്ള മറുപടി വന്നിരിക്കുന്നു. വിസാർഡ് ഓഫ് ഓസിന്റെ പക്കൽ നിന്നും എൽഫിയെ കാണാനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ വന്നിരിക്കുകയാണ്. ഷിസ് യൂണിവേഴ്സിറ്റി മുഴുവൻ അത് കേട്ട് സന്തോഷിക്കുന്നുണ്ട്. എൽഫിയും ഒത്തിരി ഹാപ്പിയാണെങ്കിലും അവൾക്ക് ഇത്ര പെട്ടെന്ന് തന്റെ കഴിവുകൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു. പക്ഷേ മാഡം മുറിബിൾ അവൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുകയാണ്. അങ്ങനെ എമറാൾഡ് സിറ്റിയിൽ നിന്നും എൽഫിയെ കൊണ്ടുപോകാനുള്ള പച്ച നിറത്തിലുള്ള ആ ഗംഭീര ട്രെയിൻ എത്തിക്കഴിഞ്ഞു. അന്ന് എൽഫിയെ യാത്രയക്കാൻ അവളുടെ അച്ഛനായ ഗവർണറും വന്നിരുന്നു. സോ നെസ തനിക്ക് പ്രിയപ്പെട്ട ബോക്കിനെ അച്ഛന് പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. എൽഫിയെ പിരിയുന്നതിൽ ഗലിൻഡയ്ക്ക് നല്ല വിഷമമുണ്ട്. അവരതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഫിയേരയെ കുറിച്ച് പറയുന്നത്. ആക്ച്വലി അവനിപ്പോൾ ഗലിൻഡയുമായിട്ട് ഒരു ഡിസ്റ്റൻസിലാണ് പോകുന്നത്. അന്ന് ഡോക്ടർ ഡിൽമണ്ടിനെ പിടിച്ചുകൊണ്ടുപോയ ദിവസം മുതലാണ് അവന്റെ മാറ്റം. സോ ആ വയസ്സാടിനെ അവൻ ഇത്രയ്ക്കും കെയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഗലിൻഡ വിചാരിക്കുന്നത്. അന്നത്തെ ദിവസം എൽഫിക്കും അവനും ഇടയിൽ സംഭവിച്ചതൊന്നും ഈ മണ്ടിക്കറിയില്ലല്ലോ. അക്കാര്യം പറയുമ്പോഴേക്കും അവൻ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ ശരിക്കും എൽഫിയെ യാത്ര അയക്കാനാണ് വന്നത്. അവൻ ആ സിംഹക്കുട്ടിയെ രക്ഷിച്ച ദിവസം എപ്പോഴും ഓർക്കുമെന്ന് എൽഫിയോട് പറയുന്നുണ്ട്. അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എൽഫിക്ക് മനസ്സിലായി. പക്ഷെ ഗലിൻഡയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാലും അവൻ എൽഫിയെ നോക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് അവളുടനെ തന്നെ അവരുടെ ഇടയിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ആട് സാറിന്റെ കാര്യത്തിൽ ഫിയോര കൺസേൺഡ് ആണെന്ന് തോന്നുന്ന ഗലിൻഡ അവനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി എല്ലാവരോടുമായിട്ട് ഒരു കാര്യം അറിയിക്കുകയാണ്. അതായത് ആട് സാറിന് വേണ്ടി അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ വിഷമിക്കുന്ന ഗലിൻഡ അദ്ദേഹം അവളെ വിളിച്ചിരുന്ന പോലെ തന്റെ പേര് ഗ്ലിൻഡ എന്നാക്കി മാറ്റുകയാണ്. അങ്ങനെ അന്നു മുതൽ ലോകം അവളെ ഗ്ലിൻഡ എന്ന് വിളിക്കാൻ തുടങ്ങി. അത് കേട്ട് എൽഫിക്കും ഫിയോരയ്ക്കും ചിരി വരുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെല്ലാം അവളുടെ നല്ല മനസ്സിനെ പുകഴ്ത്തിക്കൊണ്ട് കൈയടിച്ച് പ്രശംസിക്കുകയാണ്. അക്കൂട്ടത്തിൽ ബോക്കും ഗ്ലിൻഡയെ നോക്കി ഒലിപ്പിക്കുന്നത് കാണുന്ന നെസ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം എൽഫിയുടെയും ഫിയോരയുടെയും കണ്ണിൽ യഥാർത്ഥ പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. അവൻ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂവ് കൊടുത്ത് ആശംസിച്ച ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അവൻ ഗ്ലിൻഡയെ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്നത് കണ്ട് അവൾക്ക് നല്ല ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഇന്ന് എൽഫിയുടെ ദിവസമായതുകൊണ്ട് അതെല്ലാം മറന്ന് ഗ്ലിൻഡ സന്തോഷത്തോടെ അവളെ യാത്ര അയക്കുകയാണ്. എൽഫിയുടെ എല്ലാ കൂട്ടുകാരും ചേർന്ന് വളരെ സന്തോഷത്തോടെ അവളെ യാത്ര അയക്കുമ്പോൾ അവസാന നിമിഷം അതിസാഹസികമായിട്ട് അവൾ ഗ്ലിൻഡയെയും തന്റെ ഒപ്പം വിസാർഡിനെ കാണാനായിട്ട് ആ
ആ ട്രെയിനിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. ഒടുവിൽ എൽഫി ആഗ്രഹിച്ചതുപോലെ പച്ച നിറത്തിലുള്ള ആ എമറാൾഡ് സിറ്റിയിൽ അവർ എത്തിച്ചേർന്നു. അവിടെ എല്ലാവരും ചേർന്ന് അവരെ രാജകീയമായി വരവേറ്റു. അവിടുത്തെ സ്വപ്നതുല്യമായ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ പാട്ടുപാടി നൃത്തം വെച്ച് അവർ ആ നിമിഷങ്ങൾ കളർഫുൾ ആക്കുകയായിരുന്നു. ചെറുപ്പം മുതൽ കഥാപുസ്തകങ്ങളിൽ കണ്ട എല്ലാ കാഴ്ചകളും വിസാർഡ് ഓഫ് ഓസിന്റെ കഥയുമെല്ലാം ഇവിടെ റിയൽ ആയിട്ട് അവതരിക്കുന്നത് കാണുമ്പോൾ എൽഫിയും അവർക്കൊപ്പം മതിമറന്ന് നൃത്തം ചെയ്യുകയാണ്. ഇനി കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം വിസാർഡ് ഓഫ് ഓസിനെ റിയലായി കാണാമെന്ന പ്രതീക്ഷയിൽ എല്ലാ സെലിബ്രേഷനും ശേഷം അവൾ തന്റെ ഉറ്റ സുഹൃത്തായ ഗ്ലിൻഡയെയും കൂട്ടി ആ കവാടത്തിന് മുന്നിലെത്തി. അവളുടെ കയ്യിലെ ഇൻവിറ്റേഷൻ ലെറ്റർ കണ്ടതും വാതിലുകളെല്ലാം അവൾക്ക് മുന്നിൽ മലക്കെ തുറക്കപ്പെട്ടു. ഒരു വയസ്സായ കുരങ്ങനാണ് പ്രധാന കവാടത്തിലേക്ക് അവരെ ആനയിച്ചത്. അവിടെ ഒരുപാട് കുരങ്ങന്മാർ സേനാധിപരെ പോലെ അണിനിരന്നിരുന്നു. അതിലൊരു കുരങ്ങനെ നോക്കി ഗലിന്റെ ഹലോ എന്ന് പറയുമ്പോൾ ആ കുരങ്ങൻ അവളെ കലിപ്പിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് അവസാനം അവർ വിസാർഡ് ഓഫ് ഓസിന്റെ അടുത്തെത്തുമ്പോൾ എൽഫി വളരെ നെർവസ് ആയിരുന്നു. ഗ്ലിൻഡയാണെങ്കിൽ അവളെ മോട്ടിവേറ്റ് ചെയ്ത് അകത്തേക്ക് കയറ്റുമ്പോൾ എൽഫിയാണെങ്കിൽ അവിടുത്തെ ഭീകരാന്തരീക്ഷം കണ്ട് പേടിച്ച് തിരിഞ്ഞോടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഗ്ലിൻഡ അവളെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ ഒരു വലിയ മാസ്ക് പോലത്തെ മുഖം പേടിപ്പിക്കുന്ന ശബ്ദത്തിൽ അവരോട് സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ അവിടെയെല്ലാം തീജ്വാലകളൊക്കെ വരുന്നുണ്ട്. ഇതാണ് വിസാർഡ് ഓഫ് ഓസ്. വിസാർഡ് ഇവരോട് നിങ്ങൾ ആരാണ് എന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ ചോദിക്കുമ്പോൾ പേടിച്ച് വിറക്കുന്ന എൽഫി സ്വയം അവളെ പരിചയപ്പെടുത്തുന്നു. വന്നിരിക്കുന്നത് എൽഫിയാണെന്ന് മനസ്സിലാക്കുന്ന വിസാർഡ് ആ ഭീകരമായ രൂപത്തിൽ നിന്നും ഇറങ്ങി സാധാരണ മനുഷ്യരൂപത്തിൽ അവരുടെ അടുത്തേക്ക് വരികയാണ്. ശേഷം നോർമൽ ശബ്ദത്തിൽ അവരോട് സംസാരിക്കുമ്പോൾ ഗ്ലിൻഡയുടെ മുഖത്ത് ഒരു പുഞ്ചിരേഖ വിരിയുന്നുണ്ടെങ്കിലും എൽഫി അപ്പോഴും കുറച്ച് പേടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ വിസാർഡ് ഒരു കോയിൻ കൊണ്ട് അവരുടെ മുന്നിൽ ഒരു മാജിക് കാണിക്കുമ്പോൾ എൽഫിയും പതിയെ ഹാപ്പി ആവുകയാണ്. ശേഷം വിസാർഡ് അവരുടെ മുന്നിൽ ഓസിന്റെ ഫ്യൂച്ചർ രൂപം കാണിക്കുകയാണ്. പക്ഷേ ഓസിലെ റോഡിന് എന്ത് നിറം കൊടുക്കണമെന്ന് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അവർ 3 പേരും ചേർന്ന് പല നിറങ്ങളും കൊടുത്ത് നോക്കുമ്പോൾ മഞ്ഞ നിറമാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ട് തോന്നുന്നത്. വിസാർഡ് അവിടെ പണിത് വെച്ചിരിക്കുന്നത് ഒരു മിനിയേച്ചർ ആണെന്ന് പറയാൻ സാധിക്കില്ല. അതിലും മനോഹരമായിരുന്നു ആ ഒരു കാഴ്ചകൾ. മാത്രമല്ല അവിടെ വിസാർഡിന് വേണ്ടിയും എൽഫിക്ക് വേണ്ടിയും ഒരു സ്ഥാനമുണ്ടായിരുന്നു. അവരങ്ങനെ അതെല്ലാം സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൃഗങ്ങളെ രക്ഷിക്കുന്ന കാര്യവും അവൾ വിസാർഡിനോട് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവർ ആ മായാജാല കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മാഡം മുറിബിൾ വരുന്നത്. എൽഫിയുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അവളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് മാഡം മുറിബിളും ആഗ്രഹിക്കുന്നുണ്ട്. അത് കേട്ട് എൽഫിയും ഒത്തിരി ഹാപ്പി ആകുന്നുണ്ട്. പക്ഷേ ഗ്ലിൻഡയെ മാഡം അവിടെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അടുത്ത നിമിഷം തന്നെ അവിടുത്തെ ഏറ്റവും പ്രഷ്യസ് ആയ മന്ത്രങ്ങളൊക്കെ അടങ്ങിയ ഗ്രിമറി എന്ന പുസ്തകം എൽഫിയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. അത് കണ്ട് അവൾ അമ്പരക്കുമ്പോൾ അതിലൊന്ന് തൊടാനായിട്ട് ഗ്ലിൻഡയും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ഇതാണ് ആ അവസരം. എൽഫിയുടെ കഴിവുകൾ വിസാർഡിന് മുന്നിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ അവൾ ആ ഒരു ഗ്രിമറി വായിക്കണം. അവൾക്കതിന് ഇനിയും സമയം വേണ്ടിവരുമെന്ന് വിസാർഡ് പറയുമ്പോൾ എൽഫിയാണെങ്കിൽ ആ ഒരു ടാസ്ക് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാലങ്ങൾ പഴക്കമുള്ള ആ മാന്ത്രിക പുസ്തകം എൽഫിക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. സോ എൽഫി ആദ്യം എന്താണ് വായിക്കേണ്ടത് എന്ന് വിസാർഡിന് സംശയം വരുമ്പോൾ മാഡം മുറിബിൾ ആണ് ഐഡിയ കൊടുക്കുന്നത്. അതിനെ തുടർന്ന് വിസാർഡ് അവിടെ നിന്നിരുന്ന കുരങ്ങനെ അവർക്ക് പരിചയപ്പെടുത്തുന്നു. ഈ കുരങ്ങന്മാർ എമറാൾഡ് സിറ്റിയുടെ ഗാർഡ്സ് ആണ്. അവർക്ക് ഈയിടെയായിട്ട് പറക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് വിസാർഡ് പറയുന്നത്. അത് കേട്ട് ആ കുരങ്ങന്റെ മുഖമൊക്കെ മാറുന്നത് നമുക്ക് കാണാം. പക്ഷേ അതേസമയം എൽഫി ബേഡ് എന്ന് പറഞ്ഞതും ആ ബുക്കിലെ താളുകൾ താനേ മറിയുകയും കുരങ്ങുകൾക്ക് ചിറക് മുളക്കാനുള്ള മന്ത്രത്തിന്റെ പേജ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഭാഷ വായിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്നും ഇതിൽ 1-2 വേർഡ്സ് മാത്രമേ തനിക്ക് വായിക്കാൻ അറിയുള്ളൂ എന്നുമാണ് മാഡം മുറിബിൾ പറയുന്നത്. അപ്പോഴേക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എൽഫി ആ ഒരു മന്ത്രം മുഴുവൻ ഈസി ആയിട്ട് വായിക്കുകയാണ്. ആ മന്ത്രത്തിന്റെ ശക്തിയിൽ കുരങ്ങൻ തെറിച്ചു വീഴുകയും അതിന്റെ ശരീരത്തിൽ ചിറകുകൾ മുളയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആ കുരങ്ങൻ ഒത്തിരി വേദനയും സഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കുരങ്ങൻ പറന്ന് മുകളിലേക്ക് പോയി താഴേക്ക് വീഴുമ്പോൾ അതിന്റെ വേദന മനസ്സിലാക്കുന്ന എൽഫി ഈ മന്ത്രം തിരിച്ചെടുത്ത് അതിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഉപയോഗിച്ച മന്ത്രം തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് മുറിബിൾ പറയുമ്പോഴാണ് ഒരലർച്ച കേട്ടി എൽഫി പുറത്തേക്ക് വന്ന് നോക്കുന്നത്. അവിടെയാണെങ്കിൽ അവൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുരങ്ങുകൾക്കും ഒരേ സമയം ചിറകുകൾ മുളച്ചു വന്നിരുന്നു. അവരനുഭവിക്കുന്ന വേദന കണ്ട് എൽഫി വിഷമിക്കുമ്പോഴാണ് മാഡം മുറിബിളിന്റെ യഥാർത്ഥ മുഖം റിവീൽ ആകുന്നത്. ആക്ച്വലി ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ മാഡം മുറിബിൾ ആയിരുന്നു. ഈ കാണുന്ന കുരങ്ങന്മാരെ എല്ലാം ഇവർ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ്. ഇവർക്ക് പറക്കാനുള്ള ശക്തി കൊടുത്തത് ആകാശത്തും ഇവരെ സ്പൈ ആയിട്ട് ജോലി ചെയ്യിപ്പിക്കാനായിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം എൽഫിക്ക് മനസ്സിലായത്. അവിടുത്തെ മൃഗങ്ങൾക്കെല്ലാം നാശം സംഭവിക്കാൻ കാരണം ഈ വിസാർഡ് തന്നെയായിരുന്നു. ആക്ച്വലി അയാൾക്ക് ശരിക്കും ഒരു മന്ത്രശക്തിയും ഇല്ലായിരുന്നു. ഇതെല്ലാം മുറിബിളും ഇയാളും ചേർന്നുള്ള പദ്ധതി മാത്രമായിരുന്നു. അത് ഉറപ്പിക്കാൻ വേണ്ടി അവൾ ആ ഒരു പുസ്തകമെടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതിലൊരു വാക്കുപോലും വായിക്കാൻ അയാൾക്ക് കഴിവില്ലായിരുന്നു. അയാൾ ആ മുഖം മൂടിക്ക് പിന്നിലിരുന്ന് ശരിക്കും മാന്ത്രിക ശക്തിയുള്ള ഒരാളുടെ വരവിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം മുറിബിളിന്റെ സഹായത്തോടെ അവർക്ക് ശരിക്കുമുള്ള വിസാർഡിനെ കിട്ടി. അത് സത്യത്തിൽ എൽഫി തന്നെയായിരുന്നു. അവൾ തന്നെയാണ് വിസാർഡ്. പക്ഷെ ഇവിടെ നടക്കുന്ന ഒന്നും ഗ്ലിൻഡയ്ക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ എൽഫിക്ക് കാര്യമൊക്കെ മനസ്സിലായി. അവൾ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അക്കാര്യമൊക്കെ പറയുകയാണ്. ഇവർ ആഗ്രഹിക്കുന്നത് മൃഗങ്ങളെ കൂട്ടിലടക്കാനും അവരെ സ്പൈ ആയിട്ട് പണിയെടുപ്പിക്കാനുമാണ്. പക്ഷെ അവൾ അതിന് തയ്യാറല്ല എന്ന് തറപ്പിച്ചു പറയുകയാണ്. അപ്പോഴേക്കും മുറിബിളും ഡ്യൂപ്ലിക്കേറ്റ് വിസാർഡും ചേർന്ന് എൽഫിക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങളെ കുറിച്ച് പറഞ്ഞ് അവളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല ഗ്ലിൻഡയ്ക്കും ഇവിടെ ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കാമെന്നൊക്കെ പറയുകയാണ്.
പറയുന്നുണ്ട്. ഇതിലൊന്നും മയങ്ങി വീഴാൻ തന്നെ കിടില്ല എന്ന് പറഞ്ഞ് ഉറച്ച തീരുമാനമെടുത്ത് എൽഫി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പോൾ മുറിവിൽ വന്ന് ഗ്ലിൻഡയ്ക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് എൽഫിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പുറകെ വിടുന്നുണ്ട്. ശേഷം മാഡം മുറിവിൽ ചെന്ന് ആ കുരങ്ങന്മാരെയെല്ലാം ഭീഷണിപ്പെടുത്തുകയാണ്. അവരുടെ ഫാമിലി സേഫ് ആയിട്ട് ഇരിക്കണമെങ്കിൽ വിസാഡിനെ അനുസരിച്ച് ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കണമെന്നും പച്ച നിറത്തിലുള്ള പെണ്ണാണ് ഇതെല്ലാം ചെയ്തതെന്നും അവരോട് പറയുകയാണ്. മാത്രമല്ല അവളെ പുറത്തു കടക്കാൻ അനുവദിക്കരുതെന്ന് പറയുമ്പോൾ ആ കുരങ്ങന്മാരെല്ലാം എൽഫിയെ പിടിക്കാനായിട്ട് പറന്നു പോവുകയാണ്. അവൾ പോകുന്ന വഴിയിലെല്ലാം അവർ വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ പുറകെ പോകുന്ന ഗ്ലിൻഡയെയും അവറ്റകൾ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ അവർ രണ്ടുപേരും എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇതേ സമയം ഡ്യൂപ്ലിക്കേറ്റ് വിസാഡ് ആണെങ്കിൽ എന്തൊക്കെയോ മെക്കാനിസം ഉപയോഗിച്ചാണ് ആ ഭീകര മുഖത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന് ഓർഡർ ഇടുന്നത്. അല്ലാതെ അയാൾക്ക് പ്രത്യേകിച്ച് മാന്ത്രിക ശക്തി ഒന്നുമില്ലല്ലോ. എന്തായാലും അയാളുടെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള ഗാർഡ്സും എൽഫിയുടെ പിന്നാലെ അവളെ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴും ഗ്ലിൻഡ എൽഫിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. അവൾ അതിനൊന്നും ചെവി കൊടുക്കാത്തത് കൊണ്ട് ഗ്ലിൻഡയും വേറെ നിവൃത്തിയില്ലാതെ എൽഫിയുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അവരൊരു വലിയ ബലൂൺ പാരച്യൂട്ടിൽ കയറി രക്ഷപ്പെടാൻ പോകുമ്പോൾ അവർക്കെതിരെ വരുന്ന എല്ലാ സൈനികരെയും നമ്മുടെ പിള്ളേര് ചേർന്ന് അടിച്ചിടുന്നുണ്ട്. പക്ഷേ മുകളിലേക്ക് പോകുന്തോറും അവിടെ മുകൾ ഭാഗം ക്ലോസ് ആവുകയായിരുന്നു. അങ്ങനെ അവിടെ കുടുങ്ങുന്ന ബലൂൺ പൊട്ടിപ്പോകുമ്പോൾ അവർ രണ്ടുപേരും ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ബലൂണിൽ മുഴുവൻ തീ പടർന്ന് അത് താഴേക്ക് വീഴുമ്പോൾ താഴെയുണ്ടായിരുന്നവർക്കെല്ലാം ഒത്തിരി പരിക്കേൽക്കുകയാണ്. അതേസമയം രക്ഷപ്പെട്ടു പോയ എൽഫിയും ഗ്ലിൻഡയും ഒരു മുറിയിൽ കയറി വാതിലടക്കുമ്പോൾ ഗ്ലിൻഡ പിന്നെയും അവളെ ഉപദേശിക്കുകയാണ്. വിസാഡ് പറയുന്നത് അനുസരിക്കാനാണ് അവളുടെ ഉപദേശം. പക്ഷെ മരിക്കേണ്ടി വന്നാലും ഈ ദുഷ്ടന്മാര് പറയുന്നത് അനുസരിക്കാൻ തയ്യാറല്ല എന്നാണ് എൽഫി പറയുന്നത്. ആ ഒരു നിമിഷം ഓസിലെ ജനങ്ങൾക്ക് മാഡം മുറിബിളിന്റെ ഒരു അനൗൺസ്മെന്റ് വരികയാണ്. നമുക്കിടയിൽ ഒരു ശത്രു വന്ന് കയറിയിട്ടുണ്ട്. അവൾ പറയുന്നതൊന്നും തന്നെ ആരും വിശ്വസിക്കരുത്. അവൾ നമ്മുടെ പ്രഷ്യസ് ആയ ഗ്രിമറെ മോഷ്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗാർഡ്സ് ആയ കുരങ്ങുകൾക്കെല്ലാം ചിറകുകൾ വന്നതും അവൾ കാരണമാണ്. ആ പച്ച നിറത്തിലുള്ള പെണ്ണാണ് നമ്മുടെ ശത്രു, ദ വിക്കഡ് വിച്ച്. അങ്ങനെ നന്മ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ നമ്മുടെ എൽഫിയെ ദുഷ്ടന്മാരെല്ലാം ചേർന്ന് ജനങ്ങൾക്ക് മുൻപിൽ ദുഷ്ടയായിട്ടുള്ള മന്ത്രവാദിനിയാക്കി മാറ്റി. ജനങ്ങളെല്ലാം മാഡം മുറിബിളിനെ അന്ധമായിട്ട് വിശ്വസിച്ചു. എന്നാൽ സത്യം അറിയുന്നത് ഗ്ലിൻഡയ്ക്ക് മാത്രമായിരുന്നു. എന്നാൽ ഗ്ലിൻഡയാണെങ്കിൽ ഇങ്ങനെ ഒരു ചീത്തപ്പേര് വരാതിരിക്കാനും നല്ലൊരു ജീവിതത്തിന് വേണ്ടിയും അവരോട് ക്ഷമ ചോദിച്ച് അവരെ അനുസരിക്കാൻ തന്നെയാണ് അപ്പോഴും എൽഫിയോട് പറഞ്ഞത്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും എൽഫി അതിന് തയ്യാറാവില്ല എന്ന് പറഞ്ഞു ഉറച്ചു നിൽക്കുകയാണ്. അവർ തമ്മിൽ അതിനെക്കുറിച്ച് വാക്കുതർക്കമാകുമ്പോൾ അവിടുത്തെ ഗാർഡ്സ് ഇതിനിടയിൽ എൽഫിയെ കാണുന്നുണ്ട്. സോ അവൾ ഉടനെ തന്നെ ആ പുസ്തകം എടുത്ത് സ്വയം പറക്കണമെന്നാഗ്രഹിച്ച് മന്ത്രങ്ങൾ വായിക്കുകയാണ്. ഗ്ലിൻഡ അവളെ അതിൽ നിന്നും തടയുമ്പോൾ എൽഫിക്ക് ചിറകുകളൊന്നും മുളയ്ക്കുന്നില്ല. സോ അവൾക്കതിനുള്ള കഴിവില്ല എന്ന് കരുതി അവൾ ആ പുസ്തകം മടക്കി വെക്കുകയാണ്. അപ്പോഴാണ് ഗ്ലിൻഡ ആ ഒരു കാഴ്ച കാണുന്നത്. ഒരു ചൂൽ പതിയെ താഴെ നിന്ന് അവരുടെ അടുത്തേക്ക് പൊങ്ങി വരികയാണ്. അത് എൽഫിയുടെ നേർക്ക് വരുമ്പോൾ അവൾ അത് പിടിക്കുന്നു. നമ്മൾ വായിച്ചു മറന്ന മായാജാല കഥകളിലെ പോലെ അവൾ ആ മാന്ത്രിക ചൂലിൽ കയറിയിരുന്ന് പറക്കാൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. അപ്പോഴേക്കും മുറിയുടെ കഥക് പൊളിക്കാനായിട്ട് ഗാർഡ്സ് എല്ലാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൽഫി ആണെങ്കിൽ കൂടെ പറക്കാനായിട്ട് ഗ്ലിൻഡയെയും ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അവൾ അത് സ്നേഹപൂർവ്വം നിരസിക്കുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ക്ലോത്ത് എടുത്ത് എൽഫിക്ക് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പോഴാ വസ്ത്രവും തൊപ്പിയും എല്ലാം ചേർന്ന് ശരിക്കും ഒരു മന്ത്രവാദിനിയുടെ രൂപത്തിൽ എൽഫി പറക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. എൽഫിയുടെ തീരുമാനത്തിൽ അവൾ സ്വയം സന്തോഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ഗ്ലിൻഡ അവളെ യാത്ര അയക്കുമ്പോഴേക്കും ഗാർഡ്സ് വന്ന് ഗ്ലിൻഡയെ പിടിക്കുകയാണ്. അപ്പോഴേക്കും അവളെ വെറുതെ വിട്, ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് എൽഫി തന്റെ ശക്തി ഉപയോഗിച്ച് പറന്നു ചെന്ന് ഒരു ചില്ല് തകർത്ത് താഴേക്ക് പോകുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും ആ ചൂല് തെറിച്ചു പോകുന്നുണ്ട്. ആ ഒരു നിമിഷം എൽഫി തന്റെ ബാല്യകാല രൂപത്തെയും അനുഭവിച്ച യാതനകളെയും പ്രതിബിംബമായിട്ട് കാണുകയാണ്. അപ്പോഴവൾ കുട്ടി എൽഫിക്ക് നേരെ കൈനീട്ടുമ്പോൾ അവളുടെ കയ്യിലേക്ക് ആ ചൂല് വരികയും അവൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു പൊങ്ങുകയും ചെയ്യുകയാണ്. അവസാനമായിട്ട് ഗ്ലിൻഡയുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ വെസ്റ്റേൺ സ്കൈയിൽ ഉണ്ടാകും, നിനക്ക് കാണണമെങ്കിൽ അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് എൽഫി ദൂരെ അങ്ങ് ആകാശത്തേക്ക് പറന്നകലുകയാണ്. അങ്ങനെ ആ വാർത്ത ഷിസ് യൂണിവേഴ്സിറ്റിയിലും ഫിയോരയുടെ അടുത്തും എൽഫിയുടെ വീട്ടിലും അറിഞ്ഞു. തന്റെ മകൾ ദുഷ്ടയായിട്ടുള്ള മന്ത്രവാദിനി എന്ന പേരിൽ മുദ്ര കുത്തപ്പെട്ടതറിഞ്ഞ ഗവർണർ ഹൃദയാഘാതം വന്ന് വീഴുകയാണ്. അതേസമയം ഗാർഡ്സ് പിടിച്ചുവെച്ച ഗ്ലിൻഡയെ മാഡം മുറിബിൾ വന്ന് ഏറ്റെടുക്കുന്നുണ്ട്. താൻ സ്നേഹിച്ച എൽഫിയുടെ അവസ്ഥയറിഞ്ഞ ഫിയേരോ തന്റെ കുതിരയും എടുത്ത് പുറപ്പെടുകയാണ്. അങ്ങനെ ഓസിലെ ജനങ്ങളുടെ എല്ലാം മുന്നിൽ ദുഷ്ടയായിട്ടുള്ള മന്ത്രവാദിനിയായി മാറിയ എൽഫി വെസ്റ്റേൺ സ്കൈയിലേക്ക് യാത്ര തിരിക്കുന്നത് കാണിച്ചുകൊണ്ട് വിക്കറ്റ് പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എൽഫി എങ്ങനെയാണ് മരണപ്പെട്ടതെന്നും അല്ലെങ്കിൽ അതൊരു കള്ളക്കഥയാണോ എന്നും ഗ്ലിൻഡെ എങ്ങനെയാണ് ഓസിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട മന്ത്രവാദിനി ആയതെന്നും ശരിക്കും അവൾക്ക് എന്തെങ്കിലും മാജിക്കൽ പവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വിസാഡിനെ പോലെ വല്ല തട്ടിപ്പുമാണോ എന്നുമെല്ലാം പാർട്ട് 2 കണ്ടറിയാം. പാർട്ട് 2 ഈ നവംബറിൽ റിലീസ് ആകുമെന്നാണ് കറന്റ് അപ്ഡേറ്റ്സ്. അപ്പോ ഈ ഒരു മൂവി എല്ലാവരും മുഴുവനായിട്ട് കാണണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം നല്ല റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ട് കാണാൻ പറ്റിയ ഒരു മ്യൂസിക്കൽ ഫാന്റസി മൂവിയാണ്. ഇത്തരം മൂവികൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും നിരാശപ്പെടില്ല എന്നുറപ്പാണ്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോയും എക്സ്പ്ലനേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോ വീണ്ടും കാണുന്നത് വരെ ബൈ.